തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. 5 വയസ്സുകാരിയെ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് പരാതി. കാമുകൻ അറസ്റ്റിൽ. 5 വയസ്സുകാരിയായ മകളെ അമ്മയും കാമുകനും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി പിതാവ് രംഗത്ത്. കുട്ടി മരിച്ച് 3 മാസങ്ങൾക്ക് ശേഷമാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ദാവൻകര സ്വദേശിയായ പ്രവീൺ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അമ്മയുടെ കാമുകനായ മോഹനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ അമ്മ പ്രിയങ്ക നിലവിൽ ഒളിവിലാണ്. കഴിഞ്ഞ മാർച്ച് 24-നാണ് പ്രവീണിന്റെയും പ്രിയങ്കയുടെയും ഇളയ മകളായ വെണ്ണില മരണപ്പെടുന്നത്. 2007-ൽ വിവാഹിതരായ പ്രവീണിനും പ്രിയങ്കയ്ക്കും 17ഉം 5ഉം വയസ്സുള്ള 2 പെൺമക്കളാണുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കോളേജ് സുഹൃത്തായ മോഹനുമായി പ്രിയങ്ക വീണ്ടും സൗഹൃദത്തിലാവുകയും പിന്നീട് ഇരുവരും ഒന്നിച്ച് താമസം ആരംഭിക്കുകയുമായിരുന്നു. ഇതേ ചൊല്ലി പ്രവീണുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നതിനെ തുടർന്ന് പ്രിയങ്ക വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നു. പ്രവീണിനെ പിരിഞ്ഞ് മോഹനോടൊപ്പം താമസിക്കാൻ പോയ പ്രിയങ്ക ഇളയ മകൾ വെണ്ണിലയെയും ഒപ്പം കൂട്ടിയിരുന്നു. മാർച്ച് 24-ന് കുട്ടി പെട്ടെന്ന് മരണപ്പെട്ടതിനെ തുടർന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയിരുന്നത്. കുട്ടിക്ക് ബിരിയാണി വാങ്ങി നൽകിയെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. മറ്റൊരവസരത്തിൽ ഐസ്ക്രീം നൽകിയ ശേഷം AC കാറിൽ ഉറക്കാൻ കിടത്തിയെന്നും ഇവർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ കുട്ടി മരിച്ച നിലയിലായിരുന്നു എന്നാണ് പ്രിയങ്കയുടെ വാദം. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിദേശത്തുള്ള ഡോക്ടറായ തന്റെ ബന്ധുവിന് പ്രവീൺ അയച്ചു നൽകിയതോടെയാണ് മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന സംശയം ഉയർന്നത്. റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്നും ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പ്രവീണിന് സംശയമുണ്ടായി. തുടർന്നാണ് ഇയാൾ പോലീസിൽ പരാതി നൽകിയത്. ഒളിവിലുള്ള പ്രിയങ്കയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കുട്ടിയുടെ ആന്തരികാവയവങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നാലേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.